ഭയം ഭക്തി ബഹുമാനം അഥവാ ബബ്ബബ്ബ. നവാഗതനായിട്ടുള്ള ധനഞ്ജയ് ശങ്കറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നൂറിൻ ഷെരീഫ് അതുപോലെ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് തിരക്കഥാ സംഭാഷണമൊക്കെ ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നൺ അദർ ദാൻ ആൻ്റണി പെരുമ്പാവൂരിന് ശേഷം മലയാള സിനിമയിൽ ഇനി ആര് എന്ന ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം നമ്മുടെ ഗോകുലം ഗോപാലൻ. ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് ആ സിനിമയുടെ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് വായ വിളിച്ചിരുന്നു പോയിട്ടുണ്ട്. ഇത് എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയിൽ റെഫറൻസുകൾ കൊണ്ടുള്ള ഒരു അമ്മാന മാടലും ബ്ലാക്ക് ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വായ പൊളിച്ചിരുന്ന മലയാളികൾക്ക് അതിനേക്കാൾ ഉറക്കെ വായ പൊളിക്കാനുള്ള ഒരു അവസരം ബബ്ബബ്ബയിലൂടെ കിട്ടുകയാണ്. ഈ സിനിമയുടെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന പടം. പിന്നീട് മോഹൻലാലിൻ്റെ ക്യാമിയോ ഉണ്ട്, മോഹൻലാലിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോടതി വിധി വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയ്ക്ക് കോടതി വിധിയുടെ സാഹചര്യത്തിൽ കുറേ അഡീഷണൽ ഹൈപ്പ് കൊടുക്കുകയൊക്കെ ചെയ്ത് പൊക്കി കൊണ്ടുവന്നതാണ് ഈ സിനിമയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ സിനിമയുടെ ഒരു പ്രൊമോ സോങ് ഇറങ്ങുന്നത് വരെ ഭയങ്കര ഹൈപ്പ് കിട്ടിയിരുന്ന ഒരു പടമാണ്. പ്രൊമോ സോങ് ഇറങ്ങിയതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. അത്രയും ഹൈപ്പ് കയറി വന്നിരുന്ന ഒരു പടത്തിന് സിനിമയുടെ പ്രവർത്തകർ തന്നെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ഇറക്കിയതാണോ ഈ പാട്ട് എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരു തൊലിഞ്ഞ പാട്ടായിരുന്നു. ഹൈപ്പ് കയറി എങ്ങോട്ടിത് എന്നും പറഞ്ഞിട്ട് ഷാൻ റഹ്മാൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ഏതോ ഒരു കൈരളി ടി വിയിൽ ലിറിക്സ് എഴുതുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ലിറിക്സ് എഴുതിച്ചിട്ട് നല്ല ഒന്നാന്തരം വെറുപ്പിക്കലായിട്ട് ആളുകളുടെ ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആ പാട്ട് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തോട്ടുണ്ട്, ഈ സിനിമയിൽ എന്താ ഇങ്ങനെ ഒരു പാട്ട് എന്ന്. അങ്ങനെ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ആ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ടാണ് അത് എന്നുള്ളത് സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് യാതൊരു രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനും നമ്മളുമായിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കാണിക്കുന്നു, ഇമോഷണൽ കണക്ഷൻ കിട്ടാനുള്ള കുറേ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളുമായിട്ട് യാതൊരു രീതിയിലും കണക്ട് ചെയ്യുന്നില്ല. നിങ്ങളൊരു ഭയങ്കര ദിലീപ് ഫാനാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ദിലീപിൻ്റെ കംബാക്കായിട്ടും അല്ലെങ്കിൽ ദിലീപിൻ്റെ മടങ്ങി വരവ്, ദിലീപിൻ്റെ ഉഗ്രൻ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ തോന്നും ആയിരിക്കാം. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിറ്റിനകത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അത് ഒരു സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് സിനിമയിൽ കിടക്കുന്നത്. കുറേ റെഫറൻസും കാര്യങ്ങളും ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു ഡെപ്തും ഇല്ലാത്ത, ഒരു ഇമോഷണൽ കണക്റ്റും ഇല്ലാത്ത ഒരു കഥയ്ക്കകത്തോട്ട് ഇത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ ഹൈപ്പിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇപ്പോൾ ഈ ഗോകുലം ഗോപാലനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പടം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലൂസിഫറിൻ്റെ ആ സമയത്ത് ഗോകുലം ഗോപാലൻ ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ആ ലൂസിഫറിൽ ഗോകുലം ഗോപാലൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഗോകുലം ഗോപാലന് മോഹൻലാൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഫേവറായിട്ട് വേണം ഈ ബബ്ബബ്ബയെ കണക്കാക്കാൻ. ഉറപ്പായിട്ടും ലൂസിഫർ എടുക്കണമെങ്കിൽ ഇതുപോലൊരു സാധനം കൂടി ലാലേട്ടൻ ചെയ്ത് കൊടുക്കണമെന്ന് ഗോകുലം ഗോപാലൻ ജി പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും മോഹൻലാൽ ഈ സിനിമയ്ക്കകത്ത് തലവെച്ചിരിക്കുന്നത്. മോഹൻലാലിനെ നല്ല അന്തസ്സായിട്ട് വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് കുത്തി കയറ്റിയതാണ് ഈ സിനിമയിൽ. യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത, സ്പേസും ഇല്ലാത്ത ഒരു ക്യാരക്ടർ കൊടുത്തിട്ട്, സിനിമയുടെ കഥയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടറിനെ കൊടുത്തിട്ട് ബംഗാളികളെ പണിയെടുപ്പിക്കുന്ന പോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് പൈസ പോലും ചിലപ്പോൾ ലാലേട്ടന് കൊടുത്തിട്ടുണ്ടാവില്ല. ഗോകുലം ഗോപാലിനോടുള്ള ലാലേട്ടൻ്റെ കടമ എത്രത്തോളം വലുതാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ പൈസയൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, ദിലീപിനുള്ളതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയിൽ മോഹൻലാൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഞാനൊരു ഭയങ്കര മോഹൻലാൽ ആരാധകനാണ്, മോഹൻലാലിനെ കാണാൻ വേണ്ടിയാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് പോലും മോഹൻലാലിൻ്റെ സീൻസ് വരുമ്പോൾ ചേട്ടാ ഇത് തീർന്നില്ലേ ഈ മനുഷ്യൻ്റെ കഷ്ടപ്പാട് എന്ന് തോന്നുന്ന രീതിയിലാണ് മോഹൻലാലിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമ ഒരു ഹൈയും തരാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് ലാലേട്ടനെ കാണിക്കുന്ന ഒരു സമയത്ത് ലാലേട്ടൻ്റേതായിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ഇമ്പാക്റ്റും മോഹൻലാലിന് സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, മൊത്തത്തിൽ ആ തലയ്ക്കകത്തിരിക്കുന്ന വിഗും ഗെറ്റപ്പും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ദിലീപിൻ്റെ ക്യാരക്ടറിന് പിന്നെ അങ്ങനത്തെ വിഗും ആ രൂപമൊക്കെ ക്യാരക്ടറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തതാണെങ്കിലും വിചാരിക്കാം. പക്ഷേ ലാലേട്ടന് യാതൊരു രീതിയിലും മാച്ചാവാത്ത കുറേ കാര്യങ്ങൾ, ലാലേട്ടന് കുറേ റെഫറൻസൊക്കെ ഇതിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ലാലേട്ടനെയും വിജയും ഒരേ ചട്ടിയിലിട്ട് വിൽക്കാനാണ് ഈ സിനിമയിൽ നോക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം കുട്ടികൾ, ഫാമിലി, അങ്ങനത്തെ ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്ന രീതിയിലോ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ല അതൊന്നും പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കഥയാണ് മെയിൻ പ്രശ്നം. യാതൊരു കണക്ഷനും നമുക്ക് കിട്ടില്ല. എന്തൊക്കെയോ കുറേ സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ബഹളം. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം, പിന്നെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോപി സുന്ദറാണ്. അറിയാലോ പുള്ളിയുടെ പണ്ണൽ. അങ്ങ് പണ്ണി അനിരുദ്ധിൽ തുടങ്ങി അങ്ങ് ജാസി ഗിഫ്റ്റിൽ അവസാനിച്ചിരിക്കുന്ന രീതിയിലുള്ള പണ്ണലാണ് പണിയിരിക്കുന്നത്. ഒരു സ്ഥലത്തും ആരെ കാണിക്കുമ്പോഴും യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ കുറേ എന്തൊക്കെയോ സാധനങ്ങളിട്ട് അടിച്ച് ഡപ്പ കുലുക്കി പല പരിപാടികൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടിറങ്ങുമ്പോൾ ലിറ്ററലി തലവേദനയാണ്. എനിക്ക് അനിരുദ്ധിൻ്റെ ഏതോ വേതാളോ അങ്ങനത്തെ ഏതൊക്കെയോ പടങ്ങളിലാണ് ഇതുപോലെ തലവേദനയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് അതിൻ്റെയൊക്കെ മേലെ ഒരു മലയാള സിനിമ കണ്ട് തലവേദന എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഒരു അവസ്ഥയിലേക്ക് ഈ സിനിമ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ ലാലേട്ടൻ ക്യാമിയോ ആണ്, ഗസ്റ്റ് റോളാണെന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ ശരിക്കും ഇതിൽ ഗസ്റ്റ് റോളല്ല. ശരിക്കും ഇതിൽ ഒന്നാം തരം ഗസ്റ്റ് റോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോകുലം ഗോപാലൻജിയാണ്. ലാലേട്ടനെക്കാട്ടിലും ഇമ്പാക്റ്റ് ഗോകുലം ഗോപാലൻജിയുടെ ആ ഗസ്റ്റ് അപ്പിയറൻസിനുണ്ട്. മലയാള സിനിമയിൽ ആൻ്റണി പെരുമ്പാവൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗസ്റ്റ് റോൾ ഇത്രയും തന്മയത്വത്തോടെ ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ബഹിഷ്കരിക്കണം, ഇത് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടത് കൊണ്ടോ, ഈ സിനിമ ഇറങ്ങിയത് കൊണ്ടോ, ഈ സിനിമ ഹിറ്റായത് കൊണ്ടോ, കാണാതിരുന്നത് കൊണ്ടോ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കുമെന്നോ നീതി നിഷേധിക്കുമെന്നോ ഒന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ സിനിമയിലല്ല അവർക്ക് കിട്ടേണ്ട നീതിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത് വെറും ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടിയുടെ വിഷയം ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയത്താണ് രാമലീല റിലീസാവുന്നത്. അത് കഴിഞ്ഞ് ആ സിനിമ ഭയങ്കര ഹിറ്റായിട്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സമൂഹത്തിലെ ആളുകൾക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള അപ്രോച്ചിലും കാര്യങ്ങളിലും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ദിലീപിൻ്റെ സിനിമകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു സിനിമ ഹിറ്റാവുകയോ ഫ്ലോപ്പ് ആവുകയോ ചെയ്തതുകൊണ്ടൊന്നും നടിക്ക് നീതി ലഭിക്കുമെന്നോ അല്ലെങ്കിൽ ലഭിക്കില്ല എന്നോ ഉള്ള ഒരു വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സിനിമയായിട്ട് കണ്ടിട്ട് പോയി കണ്ടത്. ലാലേട്ടൻ്റെയും ദിലീപിൻ്റെയും ഒരേപോലെയുള്ള അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ സംശയം. 2 ഏട്ടന്മാരും കൂടി മലയാള സിനിമയിലെ ഒടുക്കത്തെ പണ്ണൽ പണിയിട്ടുണ്ട്. 2 ആളെ കൊണ്ട് കൂട്ടിയിട്ടും കൂടിയില്ല. മോഹൻലാലിൻ്റെ വക ദിലീപിനൊരു 100 കോടി എന്നുള്ള പദ്ധതിയിൽ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ദിലീപിൻ്റെ കഷ്ടകാലം മോഹൻലാലിൻ്റെ തോളത്തോട്ടു കൂടി കയറ്റി വെച്ചു എന്ന് മാത്രമാണ് ഈ സിനിമ കണ്ടപ്പോൾ പറയാൻ തോന്നുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള PR വർക്കും സംഗതികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഹിറ്റാണ്, സൂപ്പറാണ്, മാസാണെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. അവർ എത്ര ദിവസം തള്ളും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബഹുഭൂരിപക്ഷത്തിന് സ്വീകാര്യമായിട്ടുള്ള ഭയങ്കര ഫാമിലി എൻ്റർടൈനറോ സംഗതികളോ ഒന്നുമല്ല. ദിലീപ് പുതിയ വെറൈറ്റി പരിപാടികൾ പിടിച്ചിരിക്കുകയാണ്. സംഭവം ശരിയാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ പുതിയ പരിപാടികൾ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വള്ളി പിടിക്കുക എന്നുള്ളതല്ല അർത്ഥം. ഒന്നില്ലെങ്കിൽ ദിലീപിൻ്റെ പഴയ കോമഡിയും കാര്യങ്ങളും അത് എൻജോയ് ചെയ്യുന്നതാണ് ഈ ദിലീപിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക്. അവർക്ക് ഇങ്ങനത്തെ തമിഴ് തെലുങ്ക് പടങ്ങളുടെയൊക്കെ ഒരു മിക്സ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കാൻ പോകുന്നില്ല. കാരണം ദിലീപിൻ്റെ ഫാൻസ് ആ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ ദിലീപിൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളിൽ നിന്ന് പോവുകയും ചെയ്തു, എന്നാൽ മറ്റേ ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഭയം ഭക്തി ബഹുമാനം കിടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സിനിമയെ വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പേട്ടൻ ഫാൻസ് ഡബിൾ ഡ്യൂട്ടി എടുത്താൽ പോലും ഈ സിനിമയെ ഒരു ഉന്നത വിജയമാക്കി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.